നമസ്കാരം. SSC MDS എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റീസണിങ്ങിൻ്റെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ MDS എന്നല്ല ഏത് എക്സാമിനായാലും റീസണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് എന്താണ് സംഭവം? നമുക്ക് ഒരു വാക്കിനെ ഒരു പ്രത്യേക രീതിയിൽ കോഡ് ചെയ്യും. നമ്മൾ കോഡ് ഭാഷ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കോഡ് ചെയ്യുമ്പം ചുമ്മാ എങ്ങനെയും കോഡ് ചെയ്താൽ എന്താണ് നമുക്ക് തിരിച്ചതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ കോഡ് ചെയ്താലേ പ്രയോജനമുള്ളൂ. അപ്പോൾ എപ്പോഴും കോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തായിരിക്കും കോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ആൽഫബറ്റ് ടു ആൽഫബറ്റ് ഉണ്ട്, ആൽഫബറ്റ് ടു നമ്പർ ഉണ്ട്. ആൽഫബറ്റ് ടു ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആൽഫബറ്റുകൾക്ക് പകരം ആൽഫബറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൽഫബറ്റ് ടു നമ്പർ എന്ന് പറയുമ്പം ഓരോ ആൽഫബറ്റിന് പകരം ഒരു നമ്പറാണ്. അപ്പോൾ അത് കൂടുതൽ ചാൻസ് എന്താണ്, ഇപ്പോൾ അവരുടെ ആൽഫബറ്റിൻ്റെ പൊസിഷൻ വാല്യൂ വെച്ചിട്ടായിരിക്കും ആൽഫബറ്റ് ടു നമ്പർ വരുന്നത്. ആൽഫബറ്റ് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകൾ എഴുതിയിട്ട് അവരുടെ പൊസിഷൻ വാല്യൂ എഴുതിയിട്ട് അത് വെച്ചിട്ട് അവർ കണക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കാൻ. നമുക്ക് അതിന് മുമ്പായിട്ട് SSC MDS ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ ആപ്പ് വഴിയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. MDSൻ്റെ എക്സാം ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ എല്ലാവരും ദിശ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ പറ്റാത്തവർക്ക് അതേ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ സപ്പോർട്ടും ക്ലാസ് നോട്ടും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നമുക്ക് ആൽഫബറ്റ് ടു ആൽഫബറ്റ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് സഡൻ കോഡ് ലാംഗ്വേജ് ഗ്ലോട്ട് ഈസ് കോഡഡ് ആസ് EJMYR, എൻക്വയറി ഈസ് കോഡഡ് ആസ് GLASP. ഇപ്പോൾ ഇവിടെ രണ്ട് എക്സാമ്പിൾ വന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി, രണ്ടും നോക്കണമെന്നില്ല, രണ്ടിലും ഒരേ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞേക്കുന്നത്, GLOAT ഗ്ലോട്ട് എന്ന് പറയുന്ന വേർഡ് EJMYR ഇങ്ങനെയാണ് കോഡ് ചെയ്തതെങ്കിൽ ഫൈനലി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, പാണ്ട എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ലെറ്ററുകൾ തമ്മിൽ ഓരോ ലെറ്ററിന് പകരമായിട്ടൊരു ലെറ്റർ വരുന്ന രീതിയിലാണ് നിങ്ങൾ ആദ്യം കൺസിഡർ. അതായത് ജിക്ക് പകരം ഇ, ഓക്കെ, എല്ലിന് പകരം ജെ. അപ്പോൾ അതെങ്ങനെ വന്നു, കൂടി വന്നോ കുറഞ്ഞു വന്നോ എങ്ങനെയാണ് ആ ഒരു പൊസിഷൻ വാല്യൂ വെച്ചിട്ട് നോക്കിയാൽ മതി. അതേപോലെ ഇവിടെയും കണ്ടുപിടിച്ചാൽ പോരെ. ഇപ്പോൾ എപ്പോഴും നേരെ ആവണമെന്നില്ല, ഇത് റിവേഴ്സ് ഓർഡറിലാകാം, ചിലപ്പോൾ രണ്ട് പേര് ഇടോട്ടാവാം, പല പല രീതി വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ നോർമലി ഉള്ള രീതി നോക്കുക, നേരെ നോക്കുക. അതായത് ജിക്ക് പകരം ഇ എങ്ങനെ വന്നു നോക്കിയേ. ജിയുടെ വാല്യൂ 7 ആണ്, ഇയുടെ വാല്യൂ 5 ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാല്യൂ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. ഇങ്ങനെ 1 2. ഇപ്പോൾ 2 കുറയുവാണോ കൂടുവാണോ? 2 കുറയുവാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, -2. L to J എടുത്താലോ, L 12, ഓക്കെ, J 10, അവിടെ എന്താണ് -2. O to M എടുത്താലോ, O 15, M 13, അവിടെ എന്താണ് -2. A to Y എടുത്താലോ, ഇപ്പോൾ A1 Y 25, അവിടെ നമ്മൾ നോർമലി മൈനസ് ചെയ്താൽ കിട്ടത്തില്ല. അവിടെ എന്താണ് സംഭവം, അവിടെ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ കൗണ്ട് ചെയ്തെടുക്കുക. അവിടെ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്, ഇവിടുന്ന് 1 മുതൽ 25 + 24 എന്നുള്ള രീതിയിലല്ല. ഇവിടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെയാണ്, അതാണ് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് കുറഞ്ഞു പോകുന്ന രീതിയിലാണ്, മനസ്സിലായി. ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു, ഇങ്ങോട്ട് പോകുമ്പോൾ കൂടി എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 1 2. ഇപ്പോൾ എന്താണ്, 2 കുറയുന്നതായിട്ടാണ് എടുക്കേണ്ടത്, കൂടുന്നതായിട്ടല്ല, 2 കുറയുന്നതായിട്ടാണ് എടുക്കേണ്ടത്. T to R എടുക്കുമ്പോഴോ T 20 R 18, അവിടെയൊക്കെ കുഴപ്പമില്ല, അവിടെ നമുക്ക് ഡയറക്റ്റ് പറയാം -2. അതേപോലെ ഇവിടെയും കണ്ടുപിടിച്ചാൽ എല്ലാവരുടെയും 2 കുറഞ്ഞുള്ള ആൽഫബറ്റാണ് ആൻസറായിട്ട് വരുന്നത്. P -2, 16 2 പോയ 14, ആദ്യം വരുന്ന N ആണ്. A -2. അപ്പോൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്, ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി. 1 2 ആര് വരും, Y വരും. N -2, N 14, 14 2 പോയ 12, ഓക്കെ. അപ്പോൾ L വരുമല്ലോ. നിങ്ങളിനി ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക, ഫുള്ള് കണ്ടുപിടിക്കണമെന്നില്ല. ഓപ്ഷനിലേക്ക് നോക്കുമ്പം NY സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതന്നായിരിക്കും ആൻസർ. നമുക്ക് ഈ NY കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യായിരുന്നു, ആൻസർ ഇതാണെന്ന് ഉറപ്പിക്കായിരുന്നു. ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണമെന്നില്ല, കണ്ടുപിടിച്ചാൽ ഇതിലുള്ള പോലെ തന്നെ ആയിരിക്കും വരുന്നത്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓപ്ഷനും കൂടെ നോക്കി ചെയ്യാനായിട്ട് നോക്കുക, അല്ലാതെ ഫുള്ള് കണ്ടുപിടിക്കണമെന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിലൊരാളെ നോക്കുക, അത് വെച്ച് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം അടുത്ത ആളിനോട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ അടുത്ത ആളിനോട് നോക്കിയാൽ മതി. അപ്പോൾ ഇത് GRBNQV എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ക്രാങ്കി എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ അവിടെ
നോക്കാം ഇ ടു ജി. ഓക്കെ, ഇ ടു ജി നോക്കിയേ, ഇ 5 ജി 7, ഇപ്പോൾ +2 ആണല്ലോ, 2 കൂടി. എസ് ടു ആർ എടുത്താൽ എസ് 19ഉം ആറ് 18ഉമാണ്. അവിടെ -1 ആണ്, ഒന്ന് കുറവാണ്. ഇപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടും വരാം. ആദ്യം +2 -1. അപ്പോൾ അടുത്ത് എന്ത് വരും നോക്കിയേ, സി 3 ബി 2. അവിടെ എന്താണ് കുറവാണ്, ഒന്ന് കുറവാണ്, -1. O to N എടുത്താൽ O 15 14, അവിടെ എന്താണ് -1. R to Q എടുത്താൽ 18 17, അവിടെ എന്താണ് കുറവാണ്. T to V എടുത്താലോ T 20 B 22, അവിടെ എന്താണ് വീണ്ടും +2. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്താണ് ആദ്യത്തെ അവസാനത്തെ ആൾ +2, ഇടയ്ക്കുള്ളവരെല്ലാം -1. അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുക, ആദ്യത്തെയും അവസാനത്തെ ആൾ +2, ഇടയ്ക്കുള്ളവരെല്ലാം -1. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഏപ്രോണിക്സ് കോഡഡസ്, അത് നോക്കണമെന്നില്ല. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെ വന്നോ ജസ്റ്റ് നോക്കാം. ഇവിടെ ലാസ്റ്റ് ലെറ്റർ N ആണല്ലോ, N+2, 14 2 16 ആണ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് വന്നേക്കുന്ന P. അപ്പോൾ ശരിയാണ്, ആദ്യത്തെ അവസാനത്തെ ആൾക്കാർ +2, ഇടയ്ക്കുള്ളവരെല്ലാം -1. അങ്ങനെയാണെങ്കിൽ C +2, C 3 3 2 5, ഇപ്പോൾ E വരും. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ, അവിടെ E സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനുള്ളൂ, അപ്പോൾ തന്നെ ആൻസർ എടുക്കും. ഓക്കെ, നോക്കണമെന്നില്ല. ഓക്കെ, അടുത്ത് നിങ്ങൾ R -1 R 18 ഒന്ന് പറഞ്ഞാൽ തൊട്ട് പുറകെ ഉള്ള ആൾ Q അല്ലേ, അവിടെ ഇതിലെല്ലാം അതുപോലെ ആയിരിക്കും വരുന്നത്, നോക്കണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ ആളിനെ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കുക. ഇനി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ലെറ്ററിലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരോടെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ആദ്യത്തെ ലെറ്റർ എടുക്കുമ്പോൾ തന്നെ ആൻസർ ആയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, സിംഗർ. ഓക്കെ, സിംഗർ എന്ന് പറയുന്നത് TKROUX എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കി, S to T, S 19 T 20, അപ്പോൾ എന്താണ് ഒന്ന് കൂടി. ഓക്കെ, 1 + 1 ആണ്. I to K എടുത്താൽ I 9ഉം K 11. അവിടെ വന്നപ്പോൾ വീണ്ടും 2 കൂടി. ഓക്കെ, N to R വന്നാലോ, N 14 R 18, അവിടെ വരുമ്പം 4 കൂടുന്നത്. G to O എടുത്താലോ, G 7 O 15, ഇച്ചിരി വലിയ നമ്പറാണ്. 7ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 15 വരുന്നത്, 8 ആണ്, അപ്പോൾ +8 ആണ്. EU എന്ന് പറയുന്നത് 5, U എന്ന് പറയുന്നത് 21, അപ്പോൾ എന്താണ് 16 കൂടി. ഓക്കെ, R. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ ഒരു പാറ്റേൺ മനസ്സിലാവും, 1 2 4 8 16, അപ്പോൾ ഇരട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് വരേണ്ടത് 32 ആണ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചാൽ പോരെ. റൂക്കി എന്ന് പറയുന്ന വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, 1 2 4 8 16 32, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ R+1 S. ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാത്തിൻ്റെയും ആദ്യം S ആണ്, അടുത്ത വരുന്ന ലെറ്ററും സെയിം ആണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, O +2 ആണ് ആദ്യം, അപ്പോൾ എന്ത് വരും, Q. ഇവിടെ വരുന്നത് അത് Q ആണ്. അടുത്ത O +4 ആണ്, 15 4 19, S വരും. K +8, K 11 വിട്ടും 19, വീണ്ടും S വരും. ഇത്ര എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് SQ++, ഒരേ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇവിടെ 32 കൂട്ടുന്ന ആൾക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം. 32 കൂട്ടേണ്ട കേസ് വന്നാൽ ഒരുപക്ഷെ നമുക്ക് ലാസ്റ്റ് ആളിനോട് കിട്ടിയാലേ ആൻസർ ആവുമെന്നൊരു കേസ് വന്നാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 32 എന്ന് പറയുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 26 + 6 എന്ന് എഴുതാം. ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, നമുക്ക് ആകെ എത്ര അക്ഷരമാണുള്ളത്, 26. ഇപ്പോൾ ഒരു എക്സാമ്പിൾ P വെച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് 26 കൂട്ടുവാണെങ്കിൽ എവിടെ തന്നെ എത്തുന്നത്, E തന്നെയാണ്. കാരണം ആകെ 26 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 26 കൂട്ടി വരുമ്പോൾ തിരിച്ച് E തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 26-നേക്കാട്ടിൽ കൂടുതലുള്ള ഒരു നമ്പറാണ് ഒരു ആൽഫബറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന് 26+ എന്നുള്ള രീതി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അഡീഷണൽ വരുന്ന ആൾക്കാരെ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 മാത്രം കൂട്ടിയാൽ മതി. കാരണം 26 കൂട്ടുമ്പോൾ ഈ വരും, പിന്നെ ഒരു 6 കൂട്ടുമ്പോൾ 5 6 11, ആരാണ് K. അപ്പോൾ ലാസ്റ്റ് വരേണ്ടത് K ആണ്. നമ്മുടെ ആൻസറിനകത്ത് K അല്ലേ. ഓക്കെ, ഇവിടെ ഇടയ്ക്ക് വരേണ്ടത് I + 16, I 9 + 16 25, അവിടെ Yയും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൽഫബറ്റ് ടു ആൽഫബറ്റ് കോഡിങ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, എർത്ത് ഈസ് റിട്ടൺ ആസ് FZSSI. എർത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതിയത്, FZSSI. അപ്പോൾ E to F എളുപ്പം +1 ആണ്. A to Z ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, ഒന്ന് കുറയുവാണ്, അപ്പോൾ ഒന്ന് കുറയുവാണ്. R to S 6 18 S 19, അപ്പോൾ എന്താണ് ഒന്ന് കൂടുവാണ്. TS T 20 S 19, അപ്പോൾ വീണ്ടും ഒന്ന് കുറയുവാണ്. H to I നമുക്കറിയാം ഒന്ന് കൂടുവാണ്. ഇതാണ് ഇവരുടെ പാറ്റേൺ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ദെൻ വിച്ച് വേർഡ് വിൽ ബി കോഡഡ് ആസ് XZUDS. എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം, ഏത് വേർഡിനെ കോഡ് ചെയ്യുമ്പോഴാണ് XZUDS കിട്ടുന്നതാണ്. അതായത് ഏതോ ഒരു വേർഡ് കോഡ് ചെയ്തപ്പോൾ ഉള്ള ആൻസർ ആണ് XZUDS.
അങ്ങനെയാണ് തിരിച്ച് ഈ വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയ? അപ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്. തിരിച്ചെടുത്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം +1. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ +1 ചെയ്യുമ്പോഴാണ് എക്സ് കിട്ടുന്നത്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? -1. ഇവിടെ -1 ചെയ്താലേ ഏത് ലെറ്ററിനെ കോഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയെന്ന് മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ എല്ലാത്തിൻ്റെ റിവേഴ്സാണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം നമുക്ക് തിരിച്ചാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ -1 ആകുമ്പോൾ ഇവിടെ +1, ഇവിടെ -1. ആ ഒരു രീതിയിലാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നേരെ നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ നോക്കി x-1 എന്ന് പറയുമ്പോൾ x24, w 23. അപ്പോൾ നോക്കി w ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ w ഇവിടെ വന്നാലല്ല, നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് w ഇവിടെ വന്നാലല്ല, ഇവിടെ +1 ചെയ്യുമ്പം x കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എല്ലാം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ ആവും. z+1 എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും? തിരിച്ച് a വരും. അപ്പോൾ w a. ഓപ്ഷൻ നോക്കുക, 3 ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത നോക്കുക u-1, u21 -1 20 t. ഓക്കെ, ആൻസറായി WAT എന്ന് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. വാട്ടർ എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരും. എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ ഏത് വേർഡിനെ കോഡ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ആൽഫബറ്റ് ടു നമ്പർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ആൽഫബറ്റ് ടു നമ്പർ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. MDSൻ്റെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബാത്ത് എന്ന് പറയുന്നത് 1482, ആൾട്ട് എന്ന് പറയുന്നത് 8126. അങ്ങനെയാണ് എല്ലിൻ്റെ എന്താണ്. ഇവിടെ പൊസിഷൻ വാല്യൂ ആയിട്ടൊന്നും ബന്ധമില്ല. ഇത് നമുക്കെല്ലാം ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബാത്ത് എന്ന് പറയുന്നതിന് പകരം വന്നത് എന്താണ്? 1482 ആണ്. ഓക്കെ, ഹാൾട്ട് എന്ന് പറയുന്ന വീടിന് പകരം വന്നത് എന്താണ്? 8126 ആണ്. ഇപ്പോൾ ഇവിടുത്തെ രീതി എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിനും കറസ്പോണ്ടിങ് ഒരു നമ്പറാണ്. പക്ഷേ അത് ഓർഡറിലല്ല. അതായത് ഇപ്പോൾ ബിക്ക് പകരം 1, എക്ക് പകരം 4, അങ്ങനെ ഓർഡറിലല്ല. ഓരോ അക്ഷരത്തിനും സ്പെസിഫിക് ആയിട്ടൊരു നമ്പർ ഉണ്ട്. പക്ഷേ അത് ഓർഡറിൽ വരത്തില്ല. പക്ഷേ അത് ഇവിടെ രണ്ടിടത്തും ആ ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്ത് വരില്ലേ? ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചേക്കുന്ന L അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ആ L ഒഴിച്ചുള്ള ആൾക്കാർ, L ഒഴിച്ചുള്ള അക്ഷരങ്ങൾ HAAT, ഇത് രണ്ടിടത്തും കോമൺ ആയിട്ട് കാണും. നോക്കിയാൽ മതി, ഇവിടെ ഉണ്ട് താണ്ട് AATH. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും രണ്ടിടത്തും വരത്തില്ലേ? അപ്പോൾ ആ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ ഒഴിവാക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടത്തില്ലേ? ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് അത് ഇവിടെയും വരും, ഇതിനകത്തും വരും, ഇതിനകത്തും വരും. ആ 3 നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ. ആരൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന 3 പേര്? അതാണ്ട് 8, 2, 1. കണ്ടോ? 1, 8, 2 ഇവിടെ ഉണ്ട്, ആണ്ട് ഇവിടെ ഉണ്ട് 8, 1, 2. അപ്പോൾ അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം കോമൺ ആയിട്ടുള്ളവരുടെ കറസ്പോണ്ടിങ് വന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ബിയുടെ കോഡാണ് എന്ത് ഈ 4 എന്ന് പറയുന്നത്. ഇവിടെ ബാക്കി വരുന്ന എല്ലിൻ്റെ കോഡാണ് എന്തെന്ന് പറയുന്നത് ഈ 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്ന L അല്ലേ? അപ്പോൾ 6 ആണ് ആൻസർ. നമുക്ക് ആ കോമൺ ആയിട്ട് വരാത്ത ആളിനെ എപ്പോഴും ചോദിക്കത്തുള്ളൂ. കോമൺ ആയിട്ട് വരുന്ന ആളിനെ ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ എയും ടിയുടെ എച്ചിൻ്റെയും കാര്യം ചോദിച്ചാൽ അവർക്ക് പകരമായിട്ട് 1, 8, 2 വരുമെന്നേ പറയാൻ പറ്റൂ. എയ്ക്ക് ഏതാണ് ടിക്ക് ഏതാണെന്ന് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. കോമൺ ആയിട്ട് വരാത്ത ആളിനെ ബേസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതും ഒരു ലെറ്റർ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും നേരത്തെ ചെയ്ത രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ D എന്ന് പറയുന്ന 2, 4 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇപ്പോൾ എഴുതുന്നത്. ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റിന് വായിച്ച് തന്നെ എന്ത് ചെയ്യാം? ആൻസർ എടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടിടത്തും കോമൺ വരുന്ന ആൾക്കാർ നോക്കുക, എല്ലാണല്ലോ വേണ്ടേ. അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള അക്ഷരങ്ങൾ എന്തായാലും കോമൺ ആയിരിക്കും. നിങ്ങൾ ആ നമ്പർ നോക്കിയാൽ മതി. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന 3 നമ്പേഴ്സിനെ അങ്ങ് മാറ്റും. ആരൊക്കെയാണ് വരുന്നത്? 2 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് ചോദിച്ചേക്കുന്നത്? L അല്ല. അപ്പോൾ ഇത് നോക്കിയാൽ മതി. എല്ലിന് കറസ്പോണ്ടിങ് ആരായിരിക്കും? 3 ആയിരിക്കും ആൻസറായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 4 വന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പൊസിഷൻ വാല്യൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ ആ രീതിയിൽ തന്നെ ചെയ്യുക. ഇവിടെ ആൽഫബറ്റും നമ്പറും രണ്ടുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. DK18 എന്ന് പറയുന്നത് EM22 എന്ന് വന്നു. EM22 എന്ന് വന്നു എങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് നോക്കണമെന്നില്ല. ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇവിടെ ആൽഫബറ്റും നമ്പർ രണ്ടും വന്നിട്ടുണ്ട്. നമ്പർ നോക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. 18 × 22 എന്താണ്? +4 ആണ്. ഓക്കെ, D ഇവിടെ 1, 8, 2, 2 അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ നമ്പറായിട്ട് എടുക്കുക. 18 എന്നുള്ളത് 22 ആയി. ഓക്കെ, DK നോക്കുക. D നിന്ന് Eയിലേക്ക് എങ്ങനെ പോയി നോക്കാം? D4, E5 അപ്പോൾ എന്താണ്? +1 ആണ്. KM, K11, M11 അപ്പോൾ എന്താണ്? +2 ആണ്.
അപ്പോൾ +1 +2 ആ നമ്പറിൻ്റെ കൂടെ +1 ആ രീതിയിലാണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് നോക്കിയാൽ മതി. അടുത്തത് കൺഫേം ചെയ്യണമെന്നില്ല, നോക്കി കൺഫേം ചെയ്യണമെന്നില്ല. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. +1 +2 +4. ഓക്കെ. U+1 എന്താണ്? V. L+2 12 2 14 N. ഓക്കെ. 14 4 18 ആൻസറായി. VN 18 ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. MDSൻ്റെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ പൊസിഷൻ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോക്കുക, ARDUOS ഈ വേർഡിനെ ARDOUS ഈ വേർഡിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1184152119. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഓരോ അക്ഷരത്തിനും ഒരു കറസ്പോണ്ടിങ് നമ്പർ എന്നുള്ള രീതിയിലല്ല, കാരണം അക്ഷരത്തിൻ്റെ എണ്ണത്തെക്കാട്ടി കൂടുതൽ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, എയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ. അടുത്ത ആറിൻ്റെ വാല്യൂ എത്രയാണ്? 18 ആണ്. അപ്പോൾ കൂടുതൽ ചാൻസ് അവരുടെ പൊസിഷൻ വാല്യൂ തന്നെ നേരെ നേരെ വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ അങ്ങനെ നോക്കിയ ആൻസർ കിട്ടുന്നുണ്ട്. എയുടെ 1 ആണ് ഈ കിടക്കുന്നത്. ഓക്കെ. ആറിൻ്റെ 18 ആണ് താണ്ട് ഈ കിടക്കുന്നത്. ഓക്കെ. ഡിയുടെ 4 ആണ് താണ്ട് ഈ കിടക്കുന്നത്. ഓയുടെ 15 ആണ് താണ്ട് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് നേരത്തെ അങ്ങ് എഴുതിയിരിക്കുകയാണ്. യുവിൻ്റെ 21, എസിൻ്റെ 19. അപ്പോൾ അതേപോലെ ചെയ്താൽ പോരെ. ചോദിച്ചിരിക്കുന്ന സിസ്റ്റമാണ്, അപ്പോൾ അതും അതേപോലെ എടുത്താൽ മതി. സിസ്റ്റം എന്ന് പറയുമ്പോൾ എസ് എന്ന് പറയുന്നത് 19, അപ്പോൾ 19. വൈ എന്ന് പറയുന്നത് 25, അപ്പോൾ 19 25. നേരെ ഓപ്ഷൻ നോക്കുക. അവിടെ ആദ്യത്തെ 3 ഓപ്ഷനിലും അതുപോലെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, ഇനി ബാക്കിയുള്ളവരെ മുന്നോട്ട് നോക്കുക. എസ് വീണ്ടും 19. ടി. ഓക്കെ. ടി എന്ന് പറയുമ്പം 20, ഇ എന്ന് പറയുമ്പം 5, എം എന്ന് പറയുമ്പോൾ 13. പിന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 19 25 19 20 500 കിട്ടിയല്ലോ. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ. ഓക്കെ. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നേരത്തെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പം എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ കോച്ച് എന്ന് പറയുന്നത് 90. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, പൊസിഷൻ വാല്യൂ അല്ല. കാരണം ഒരു 90 2 നമ്പറേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ 4 അക്ഷരമുണ്ട്. അപ്പോൾ എന്തായാലും പൊസിഷൻ വാല്യൂ ഒന്നും അല്ല. അപ്പോൾ വേറെ എന്തോ രീതിയിലുള്ള റിലേഷൻ ആണ്. ഇപ്പോൾ 90 ഇത് 90 എന്നല്ല 90 എന്ന് കൺസിഡർ ചെയ്യുക. കാരണം 2 ഡിജിറ്റ് നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരാനുള്ള സാധ്യത? ഇങ്ങനെ വരുവാണെങ്കിൽ അവിടെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവരുടെ വാല്യൂസ്, പൊസിഷൻ വാല്യൂസ് ആഡ് ചെയ്യുന്നതായിട്ടായിരിക്കും കണക്ഷൻ വരാനുള്ള സാധ്യത. ഇപ്പോൾ ഈ കോച്ച് എന്ന് പറയുന്ന അവരുടെ എല്ലാവരുടെ പൊസിഷൻ വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. C3. ഓക്കെ. 3 പ്ലസ് O എന്ന് പറയുന്നത് 15 പ്ലസ് A എന്ന് പറയുന്നത് 1. ഓക്കെ. C വീണ്ടും 3, H എന്ന് പറയുന്നത് 8. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 18 19 22 30. ഈ 30 90 നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. 30യുടെ മൾട്ടിപ്പിൾ അല്ല, 30 × 3 ആണ്. നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതുകൂടെ നോക്കി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. പോസ്റ്റിൻ്റെ അകത്ത് ആ ആൽഫബറ്റുകളുടെ വാല്യൂ എല്ലാം അവിടെ നാടി നോക്കിയേ. പി എന്ന് പറയുമ്പോൾ 16 16ഉം 15 31 31ഉം 19ഉം എത്ര ആവും? 50. ഇനി അടുത്ത ടി അല്ലേ, ടി എന്ന് പറയുമ്പോൾ 20 50 20 70. അതായത് പോസ്റ്റിൻ്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. ഓക്കെ. ആ 70 × 3 അതല്ലേ 210, അതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു. അതേപോലെ എന്ത് ചെയ്യുക, നോയ്സ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ. നോയ്സ് എന്നുള്ള വേർഡിൻ്റെ ഇതേപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ നോയ്സ് എന്നുള്ളതിൻ്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്തേ. 14 പ്ലസ് 15 പ്ലസ് I 9 പ്ലസ് 19 പ്ലസ് 5 എത്ര വരും? 29 38 57 62 വരത്തില്ലേ? 62 വരും. 62 × 2 124 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. 62 × 2 124 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ. അത് മനസ്സിലായെന്ന് വിചാരിക്കുക. വളരെ എളുപ്പം. അപ്പോൾ അത് നോക്കാം. പൊസിഷൻ വാല്യൂ വരാനാണ് സാധ്യത. അത് ഇങ്ങനെ ഒരു നമ്പറായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ആ പൊസിഷൻ വാല്യൂ ആഡ് ചെയ്യുന്ന ആളുമായിട്ടായിരിക്കും റിലേഷൻ വരാൻ ചാൻസ്. ഡയറക്റ്റ് ആ പൊസിഷൻ വാല്യൂ കൂട്ടുന്ന ആൾ തന്നെ ആവാം, അല്ലെ ഇതുപോലെ മൾട്ടിപ്പിൾസ് ആയിട്ടും വരാം. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ആൽഫബറ്റ് ടു ആൽഫബറ്റ് ചെയ്തു, ദെൻ ആൽഫബറ്റ് ടു നമ്പർ ചെയ്തു. ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.